ഞാൻ വന്നു, കുഞ്ഞിനൊന്ന് കണ്ടു, തിരിച്ചു പോകുന്നു. അതല്ലാതെ ഇതിലൊരു അപമര്യാദ ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാ ഫാദർ ആദ്യം പറഞ്ഞപ്പോ ഞാനൊന്ന് മടിച്ചത്. ഫാദറിന്റെ കാഴ്ചയിൽ എന്താ തോന്നിയത്? കുട്ടിക്ക് മാനസിക പ്രയാസമുണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞത് കടുത്ത വേദനയാ. എന്തോ ഈ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചു ഫാദറിന് കുറച്ചെങ്കിലും മോളോട് സംസാരിക്കാൻ പറ്റുമെന്ന്. നിർബന്ധപൂർവം വേണമെങ്കിൽ ശ്രമിക്കാം. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. വേണ്ട. ആ, കുഞ്ഞിനെന്തായാലും ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ചികിത്സ എന്താ വെച്ചാൽ നടക്കട്ടെ. അത് മുടക്കുകയാണ് ഫാദർ. അറിയാം, എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിൽ തെളിയാതിരിക്കില്ല. മൈഥിലി, നിന്റെ കുഞ്ഞ് നിന്നിൽ നിന്ന് ഒരുപാട് അകലുകയൊന്നുമല്ല. അടുക്കാവുന്നതിന്റെ പരമാവധി അടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥ, ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ അരുണിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. മൈഥിലിയെ പോലെ ഒരു അമ്മയുടെ മനസ്സിന് മാറ്റാൻ കഴിയാത്തത് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ഞാൻ ഇപ്പോഴും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ ചെയ്യുന്നതാ. ഓ, ആ സാരംഗ്, ഞാൻ യാമി മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. തോന്നി. ഇനിയിപ്പോ അത്ഭുത പ്രവൃത്തികൾ നടത്തുന്നവരുടെ അടുത്തായിരിക്കും പരീക്ഷണം. അതിന് ഞാൻ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നവനല്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഭാവം അങ്ങനെയല്ലേ? സാരംഗ്, ഫാദറിനെ ഒന്നും പറയണ്ട. ഫാദർ ഇറങ്ങിക്കോളൂ. സാരമില്ല കുഞ്ഞെ. സാരംഗേ, മുമ്പൊരിക്കൽ നിങ്ങളുടെ കുടുംബ പ്രശ്നമൊന്ന് സംസാരിച്ച് കളയാമെന്ന് കരുതി ഞാൻ സാരംഗിന്റെ ഓഫീസിൽ വന്നിരുന്നു. അന്ന് സാരംഗ് എനിക്ക് തന്ന സ്വീകരണം, അത് മറക്കണമെന്ന് തോന്നിയിട്ടും എനിക്കതിന് കഴിയുന്നില്ല. സ്വന്തം കുടുംബത്തിന്റെ അഭിമാനത്തിൽ കയറി കളിക്കുന്നു എന്ന് പറഞ്ഞ് സാരംഗ് എന്റെ മുന്നിൽ ഒരു വേലി കെട്ടി. തിരിച്ചു നടക്കുമ്പോൾ കൊള്ളാം, മിടുക്കനെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. എടോ, ആ കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇതേ ഇവരാരും എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതല്ല കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെടോ. നല്ലത് വരട്ടെ. വരുന്നവർക്കും പോകുന്നവർക്കും മുമ്പില് കാഴ്ച വസ്തുവായി മകളെ പ്രദർശിപ്പിച്ച് അതിലും സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട് ചിലര്. കാഴ്ച വസ്തു പറഞ്ഞത് ആരെക്കുറിച്ചാ? മോളെക്കുറിച്ച്. അവളെ അങ്ങനെ ആക്കി തീർത്ത അച്ഛൻ. എന്റെ നിയന്ത്രണം തെറ്റിക്കല്ലേ സാരംഗ്. എന്തായി ഫാദർ? മാമിനെ കണ്ടോ? യാമി മോളോട് ഫാദർ സംസാരിച്ചോ? പറയാടാ മോളെ സ്നേഹേ, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്നേ. എന്താ സംഭവിച്ചെന്ന് പറ ഫാദർ. യാമി മോളോട് അല്പമൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ആ കുഞ്ഞിന്റെ മനസ്സ് നേരെയാക്കാമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവളുടെ മുമ്പിൽ പോവുകയും ചെയ്തു. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട യാമി മോളെയല്ല ഞാൻ കണ്ടത്. വല്ലാത്തൊരു ദയനീയതയാണ് ആ കുട്ടിയുടെ അവസ്ഥ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. യാമിമോളുടെ യഥാർത്ഥ കണ്ടീഷൻ എങ്ങനെയാ ഫാദർ? ഇടയ്ക്കിടയ്ക്ക് അലറി വിളിക്കുന്നു, പിന്നെ പൂർണ്ണമായും നിശബ്ദയാകുന്നു. ഒരു വിഭ്രാന്തി എന്നൊക്കെ പറയില്ലേ. സ്നേഹത്തോടെ നോക്കുന്നവർക്ക് കാര്യമായിട്ടൊന്നും തോന്നില്ലായിരിക്കാം. പക്ഷെ പുറമേ നിന്നൊരാൾ നോക്കിയാൽ ഭ്രാന്ത് തന്നെ. ഫാദർ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴാണ് എന്നെ ശരിക്കും വേട്ടയാടുന്നത്. ആ കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ വേദനിപ്പിച്ച് ധിക്കാരം പറഞ്ഞത്. ഞാനെന്ത് ക്രൂരന ഫാദർ. എത്രയോ ദിവസങ്ങൾ ഞാനവിടെ പോയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളോട് കളിതമാശ പറഞ്ഞിരിക്കുന്നു. മോൾക്ക് വയ്യാതായപ്പോ ഞാനൊന്ന് അന്വേഷിച്ചു പോലും ഇല്ല. അവളോടൊരു വാക്കുപോലും മിണ്ടിയില്ല. ആ, ഇനിയിപ്പൊ നീ കുറ്റബോധത്തിന്റെ ചുമടൊന്നും എടുത്ത് നടക്കണ്ട. യാമിമോളുടെ ചികിത്സ നടക്കുന്നുണ്ടല്ലോ. മൈഥിലി മനക്കരുത്തുള്ളവളാ.
മകളുടെ നഷ്ടപ്പെട്ടു പോയ മാനസികാവസ്ഥ തിരിച്ചു പിടിക്കാൻ മൈഥിലിയിലെ അമ്മയ്ക്ക് സാധിക്കും. ഞങ്ങള് യാമി മോളൊന്ന് പോയി കണ്ടാലോ ഫാദർ? യാമി മോള് കുറെ കാലം എന്നോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നല്ലോ. അതിപ്പോ ആ കുഞ്ഞ് ഓർക്കുന്നുണ്ടെങ്കിലല്ലേ. നല്ലൊരു കുഞ്ഞ്, ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നടക്കേണ്ട പ്രായം. അവളെ ഈ അവസ്ഥയിലാക്കി തീർത്ത അച്ഛനും ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എല്ലാ വേദനകളും മൈഥിലിയുടെ തലയിലേക്ക് വെച്ച് കാരണക്കാരൊക്കെ മാറി നിൽക്കുകയാണ്. ഞാൻ മാമിനോട് സംസാരിക്കാം, മാപ്പ് പറയാം. ഇനി ഇത് സംഭവിക്കാതെ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. അരുൺ, ഒരു കാര്യം ഞാൻ പറയാം. അരുൺ എന്നോടൊപ്പം സമയം ചെലവഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഹോസ്പിറ്റൽ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എരിയുന്ന തീക്കനൽ കയ്യിലെടുത്ത് മറ്റൊരാളെ എറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതാദ്യം ബാധിക്കുന്നത് എറിയുന്ന ആളെ തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇതുപോലൊരു കുഴപ്പം നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. ഇല്ല ഫാദർ, എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിച്ചു പോവുക. സമയം പോലെ ഞാൻ മൈഥിലിയോട് സംസാരിക്കാം. പറ്റുമെങ്കിൽ മൈഥിലിയോട് ഇങ്ങോട്ട് വരാനും പറയാം. ഒന്നിച്ചിരുന്ന് പരിഹരിക്കാം നമുക്ക്. സാരംഗ് ഇറങ്ങുന്നില്ലേ? എങ്ങോട്ട്? സ്ഥിരമായിട്ട് എങ്ങോട്ടാ പോവാറുള്ളത്? വീട്ടിലേക്കല്ലേ? വീട്. എനിക്ക് ആ കെട്ടിടത്തിന് ഇപ്പൊ ആ പേര് വിളിക്കാൻ തോന്നുന്നില്ല. അവിടെ ഉള്ളവരെല്ലാം എന്റെ അച്ഛനും അമ്മയും അടക്കം എന്നെ സംശയത്തോടെ നോക്കുന്നവരാ. ഭക്ഷണം വിളമ്പിത്തരുന്ന സുമയ്ക്ക് പോലും മുഖത്തെ റിയാക്ഷൻ പുച്ഛമാ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മൈഥിലി എന്ന വൻമരം അവിടെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലേ. അവിടെ സാരംഗിന് എന്ത് സ്ഥാനം? ഓക്കെ, വീട്ടിൽ പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ പോണ്ട. പകരം നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എന്ത് പ്ലാനിങ്? നല്ല ആംബിയൻസ് ഉള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിരിക്കാം. നല്ലൊരു ഡിന്നർ കഴിക്കാം. അതും താല്പര്യമില്ലെങ്കിൽ നമുക്കൊരു ലോങ് ഡ്രൈവ് പോവാം. വഴി കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചൊരു യാത്ര. ഏയ്, അതുകൊണ്ടൊന്നും കാര്യമില്ല മായ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? 1-2 ദിവസത്തേക്ക് മാറി നിന്നാലോ? ഇപ്പോഴത്തെ സാഹചര്യത്തിലോ? ഇപ്പൊ ഞാനും മായി ഇവിടുന്ന് മാറിയാൽ എന്താ സംഭവിക്കാന്ന് വല്ല ധാരണയുണ്ടോ? സംഭവിക്കുന്നത് സംഭവിക്കട്ടെ സാരംഗ്. തിരിച്ചു വരുമ്പോ നമ്മളെ ബാധിക്കുന്നതാണെങ്കിൽ നമുക്ക് നേരിടണം. അത്രയുള്ളൂ. മായ വേണം പൊയ്ക്കോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളാം. സാരംഗ് ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. എപ്പോ സാരംഗിന്റെ മൈൻഡ് ഓക്കെ ആവുന്നോ അപ്പൊ നമുക്ക് പിരിയാം. സത്യം പറഞ്ഞാ ഇപ്പൊ ഒന്ന് കൂടെ നിൽക്കാൻ താനേ ഉള്ളൂ. ഞാൻ സാരംഗിനോട് കാണിക്കുന്ന താല്പര്യം അൺകണ്ടീഷണൽ ആണ്. സാരംഗ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയാവാൻ പാടില്ല, അങ്ങനെ ഒരു നിർബന്ധവും എനിക്കില്ല. നിങ്ങളൊരു ഫ്രീ ബേർഡാണ്, ഞാനും. ആ റിലേഷന്റെ ഗുണം എന്താണെന്നറിയോ? ഒന്നിച്ച് പറക്കേണ്ടപ്പോ ഒന്നിച്ച് പറക്കാം, സ്വതന്ത്രരാവേണ്ടപ്പോ സ്വതന്ത്രരാവാം. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നഷ്ടബോധമുണ്ടോ? ഭാര്യയെ നഷ്ടപ്പെട്ടതില്, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതില്, കുടുംബം നഷ്ടപ്പെട്ടതില്? എന്നെ കൊടുക്കാനുള്ള ചോദ്യമാണല്ലോ. എന്തായാലും തുറന്നു പറഞ്ഞോളൂ, എനിക്കറിയാൻ വേണ്ടിയാ. പെട്ടെന്ന് ഈ ഓഫീസ് ഇവിടുന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ ഇതിനേക്കാളും ബെറ്റർ ആയ ഒരിടത്തേക്ക് മാറേണ്ടി വന്നാലും ചെറിയൊരു വിഷമം ഉണ്ടാവും. അത് ഈ ഓഫീസിനെ സിൻസിയറായിട്ട് സ്നേഹിച്ചതുകൊണ്ടോ ഇതില്ലാതെ പറ്റില്ല എന്നതുകൊണ്ടോ അല്ല. ഒരു ശീലം, അത്രയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലിക്കും അതിന്റെ നഷ്ടത്തിനും ഞാൻ കൊടുക്കുന്ന സ്ഥാനം അതാണ്. ഗുഡ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഉത്തരം തന്നെ സാരംഗ് പറഞ്ഞു. അപ്പോ കുടുംബത്തെക്കുറിച്ച് സാരംഗ് സങ്കടപ്പെടുന്നതേയില്ല. സീമായ, പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചും സാരംഗ് എന്ന ബിസിനസ്മാൻ സങ്കടപ്പെടാറില്ല. കുടുംബം എനിക്കൊരിക്കലും പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, ഒരു രീതിയിലും. കടു കട്ടിയുള്ളൊരു ചിന്താഗതിക്കാരന് മാത്രമേ ഇത്രയും കനത്ത ഒരു മറുപടി പറയാൻ സാധിക്കൂ. എന്നിട്ടും ഇങ്ങനെ തകർന്നിരിക്കുന്നെങ്കിൽ അത് ചുമ്മാതല്ലേ?
എനിക്കും ചില ദുഃഖങ്ങളുണ്ടെന്ന് കാണിക്കാൻ. തന്റെ മുമ്പിലോ? ബന്ധങ്ങൾക്ക് താൻ കൽപ്പിക്കുന്ന വില എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ? അതല്ലേ സാരംഗ് നല്ലത്? നമ്മുടെ മുമ്പിൽ ഇത്തിരി പോകുന്നൊരു ജീവിതമുണ്ട്. അതിൽ വെറുതെ എന്തിനാ കുറെ കമ്മിറ്റ്മെന്റ്സും താല്പര്യങ്ങളും? ആരോഗ്യം ഉള്ളിടത്തോളം കാലം ജീവിതം ആസ്വദിക്കുക, അല്ലാതെ ചത്തുപോകുന്നത് വരെ തീർത്താ തീരാത്ത കടപ്പാടും കൊണ്ട് ജീവിച്ചിട്ടെന്തിനാ? ലീവ് ഇറ്റ്. നമ്മുടെ മുമ്പില് ഇനി ചുരുക്കം ചില ദിവസങ്ങളേ ഉള്ളൂ. സ്വതന്ത്രമായിട്ട് പറക്കാനായാലും ഒന്നിച്ചു പറക്കാനായാലും. സോ ബി ഹാപ്പി. ദാറ്റ്സ് നൈസ്. ഇന്നെന്തു പറ്റി? ചെസ് കളിയൊന്നുമില്ലേ? എന്താ രഞ്ജിത്തെ? ഒന്നുമില്ലടോ. ദേ, ഞാൻ നേരത്തെ ഒരു പെർഫോമൻസ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുമായിട്ടുള്ള കളിയും ചിരിയൊക്കെ അവസാനിപ്പിക്കാനാണോ പരിപാടി? ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഏയ്, താൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഒരു മൂഡില്ല. എന്തു പറ്റി? ഓഫീസിൽ ഇന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി മായ മാഡമായിട്ട്. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ? അതാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് എപ്പോഴും താല്പര്യം മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതില്ല. കാര്യം എനിക്കറിയാം. ഞാൻ മൈഥിലിയുടെ കൂടെ നിൽക്കുന്നതും അവരെക്കുറിച്ച് അന്വേഷിക്കുന്നതും അല്ലേ? അത് മനസ്സിൽ വെച്ച് തന്നെ അവർ സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ വാക്കുകൾ വല്ലാതെ ഷാർപ്പാ. അതാരെ എവിടെ കുത്തി നോവിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. നിലവിട്ടപ്പോ ഞാനും കുറച്ച് പറഞ്ഞു. പണി പോവും. ഏയ്, അങ്ങനെയൊന്നും തോന്നില്ല. എടോ, നമ്മുടെ മുതലാളിയെ കസേരയ്ക്കും മേശയ്ക്കും തുല്യമായി മാത്രം നമ്മളെ കണ്ടു തുടങ്ങുമ്പോൾ അതുവരെ എൻജോയ് ചെയ്തിരുന്ന ജോലി ഒരു അടിമപ്പണിയാണെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി ഞാനത് അനുഭവിക്കുന്നുണ്ട്. പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോരെ? അതും പറ്റില്ലല്ലോ, കമ്മിറ്റ്മെന്റ്സ് അല്ലേ. എന്തായാലും ഞാൻ കുറച്ച് ദിവസം കൂടെ നോക്കും. അതിന്റെ ഒരു ടെൻഷനും കഴിഞ്ഞ് കയറി വന്നപ്പോഴാ തന്റെ ഒരു പെർഫോമൻസ്. ഞാൻ അറിഞ്ഞില്ലല്ലോ യുദ്ധകളത്തിൽ നിന്നാ വന്നിരിക്കുന്നതെന്ന്. സോറി. അത് കുഴപ്പമൊന്നുമില്ലടോ. ഞാൻ മൈഥിലിയുടെ കൂടെ നിൽക്കുന്നതിന് സത്യത്തിൽ രഞ്ജിത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, മൈഥിലി അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കറിയാവുന്നതല്ലേ. അത് കുറച്ചെങ്കിലും ഒപ്പിയെടുത്ത് കളയാൻ തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് താൻ ചെയ്തു. മതി. ഈ ഇരിപ്പ് ഇവിടെ ഇരുന്നാലേ താൻ ടെൻഷൻ അടിച്ച് ചാകും. വാ, അവളെയും കൂട്ടാം. എന്നിട്ട് എന്തെങ്കിലും കളിയും തമാശയും ഒക്കെ പറഞ്ഞ് ഒന്ന് ചിരിക്കാൻ നോക്കാം. താൻ ചെല്ല്, ഞാൻ വരാം. ആ, അത് വേണ്ട. സങ്കടമായാലും സന്തോഷമായാലും ടെൻഷനായാലും ഷെയറിംഗ് എല്ലാം നമ്മൾ ഒന്നിച്ച്. ആവണി, ആ, ഇനി അവളുടെ കണ്ടീഷൻ എന്താണാവോ? വാടോ, വാ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മൈഥിലി വിളിച്ചാൽ ഉടനെ അച്ഛനമ്മമാർ ഓടി വരും. വന്നാൽ ഉടനെ എന്നോട് പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. അവരുടെ കണക്കിൽ സത്യത്തിന്റെ അവതാരമാണ് ഡോക്ടർ മൈഥിലി. അവള് പറയുന്നത് കേൾക്കുക, വിശ്വസിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. സത്യസന്ധമായിട്ട് നോക്കിയാ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അച്ഛനമ്മമാർ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. അതല്ലേ സത്യം? കുട്ടിച്ചൻ തന്നെയാണോ ഈ പറയുന്നത്? അന്യായം ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും ചേർന്നാ. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും അതിനെ ന്യായം ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ എന്നോടുള്ള എതിർപ്പ് മൈഥിലിക്ക് കൊടുക്കുന്ന ധൈര്യം എത്രയാണെന്ന് അറിയുമോ? അംഗത്തിന് ഇറങ്ങുമ്പോ അപ്പുറത്ത് ആൾബലവും ആയുധ ബലവും ഒക്കെ കൂടുതലായി ഉണ്ടാവും. അപ്പോഴാ മിടുക്ക് കാണിക്കേണ്ടത്, വെട്ടി വെട്ടി വീഴ്ത്തേണ്ടത്. കുട്ടിച്ചനോട് ഇരുന്ന് പറഞ്ഞാൽ മതി. ഞാൻ പെടുന്ന പാഠം എനിക്കേ അറിയൂ. കുട്ടിച്ചൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമെന്ന് നിനക്കിപ്പോ തോന്നും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോ നിനക്ക് വ്യക്തമാവും കുട്ടിച്ചൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നതിന്റെ ആഴവും ശക്തിയും. ഞാൻ കുട്ടിച്ചനെ തള്ളി പറഞ്ഞൊന്നുമല്ല. കുട്ടിച്ചൻ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കുക. എന്താ? സിറ്റുവേഷനൊക്കെ ആകെ പ്രശ്ന. ഈ അവസരം കൃത്യമായി വിനിയോഗിച്ച് മൈഥിലിയുമായി സെപ്പറേറ്റ് ആയല്ലോ. ഞാനൊരു ഡിവോഴ്സ് നോട്ടീസ് കൊടുത്താലോ? മണ്ടത്തരം. ഡിവോഴ്സ് നോട്ടീസ് കൊടുത്താ ഈ സമയത്ത് 2 കുഞ്ഞുങ്ങളും മൈഥിലിയുടെ കൂടെ നിൽക്കും.
നീ അധ്വാനിച്ച് കൂട്ടിയതൊക്കെ അങ്ങ് എഴുതി കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ സാരംഗേ? വാശിയോടെ ഇരു കരകളിലും നിൽക്കുകയാണെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ല. ബുദ്ധിയുള്ളവൻ അതല്ലേ ചെയ്യേണ്ടത്? മൈഥിലിക്ക് നേരെ നീ കൈയൊങ്ങിയിട്ടില്ലേ? മൈഥിലി ചത്ത് കിട്ടിയെങ്കിലെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ലേ? എന്തിന്റെ പേരിലാ? നമ്മൾ പറയുന്നത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ. പിന്നെ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഡിവോഴ്സിനെ കുറിച്ച് നീ ചിന്തിച്ചാ നീ നേരിടേണ്ടി വരുന്നത് യാമിമോളെയായിരിക്കും. കോടതിയിൽ നീ വെള്ളം കുടിക്കും, ഉത്തരങ്ങളില്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ആ, വീട്ടിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാ നീ ഇവിടെ വന്നിരുന്നത്. ഉറങ്ങാൻ മുറി ശരിയാക്കട്ടെ. വേണ്ട കുട്ടിച്ച, ഞാൻ പോവാം. ഞാൻ ഭ്രാന്ത് പിടിപ്പിച്ചോ നിന്നെ? ഏയ്, ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം കഴിയുമ്പോൾ ഞാനിതെല്ലാം കളയും. എന്നെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഫോണിൽ വിളിക്കും, കുറച്ചു നേരം സംസാരിക്കും. അപ്പോൾ ഒരാശ്വാസം കിട്ടും. ഇപ്പൊ നിനക്ക് ആശ്വാസത്തിനുള്ള വഴി എങ്ങോട്ടാണെന്നുള്ളത് എനിക്കറിയാം. നടക്കട്ടെ. ആ കൂട്ടെങ്കിലും നഷ്ടപ്പെടുത്തണ്ട, കേട്ടല്ലോ? ചേച്ചി ഉറങ്ങി കാണുമോ അമ്മേ? അറിഞ്ഞൂടാ. ഞാൻ പോയി നോക്കട്ടെ? വേണ്ട, ഈ നേരത്ത് പോണ്ട. എന്നൊന്നും പറയില്ല അമ്മേ. എന്നാലും വേണ്ട. ചേച്ചിക്ക് എന്താ ചികിത്സ അമ്മേ? ഭ്രാന്തിനോടോ ചികിത്സയാണോ? ആരാ അങ്ങനെ പറഞ്ഞേ? പിന്നെ ഡോക്ടർ ആന്റിയെ കാണാൻ പോയതൊക്കെ? അതെ, ഡോക്ടർ ആന്റിയെ കാണാൻ പോകുന്നത് ഭ്രാന്തിന് മാത്രമല്ല. നമ്മുടെ മനസ്സൊരു കുഞ്ഞു സംഗതിയല്ലേ മോനെ. ചിലപ്പോ ചെറിയൊരു വിഷമം തെറ്റിയാലും മനസ്സ് വല്ലാണ്ടാവും. സന്തോഷം കൂടിയാൽ തന്നെ ചിലർക്ക് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകും. അത് മനസ്സിന്റെ ബലമില്ലായ്മയാ. നമ്മുടെ ശരീരത്തിന് വയ്യാതാവുമ്പോൾ നമ്മൾ ചികിത്സിക്കില്ലേ? അതുപോലെ മനസ്സിന് വയ്യാണ്ടാവുമ്പോൾ ചികിത്സിക്കണം. മനസ്സിന് ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കണം. ഡോക്ടർ ആന്റിയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ആന്റി ചേച്ചിയോട് കുറേ നേരം സംസാരിക്കും, കുറേ ഉപദേശിക്കും. അല്ലാതെ മോൻ വിചാരിക്കുന്ന പോലെ ചേച്ചിക്ക് ഒരു അസുഖമില്ല. ചേച്ചിക്ക് ഒരു അസുഖമില്ല, എനിക്കറിയാം. ഏത് കുട്ടനെ ഇപ്പോൾ ചേച്ചി വലിയ ഇഷ്ടമല്ലേ? എനിക്ക് എപ്പോഴാ അമ്മ ചേച്ചി ഇഷ്ടമില്ലാതിരുന്നേ? ചേച്ചിയില്ലേ എൻ്റെ അടുത്ത് കൂടാതിരുന്നേ? ചേച്ചിയില്ലേ മിണ്ടാതിരുന്നേ? അമ്മ നോക്കിക്കോ, ചേച്ചിയുടെ വിഷമമൊക്കെ മാറിയാല് ഞങ്ങൾ വീണ്ടും പഴയതുപോലെ കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ച് ജീവിക്കും. ഞങ്ങൾ ഗിറ്റാർ ക്ലാസ്സിന് പോവും, ബാഡ്മിന്റൺ കളിക്കാൻ പോവും, എല്ലാത്തിനും പോവും. പോയിക്കോ, അമ്മയ്ക്ക് സന്തോഷമല്ലേ അതൊക്കെ? ചേച്ചിയുടെ മനസ്സിന് നല്ല സുഖമായിട്ട് നമുക്ക് ചേച്ചിയും കൂട്ടി എവിടെയെങ്കിലും പോകണം കേട്ടോ. ചേച്ചിക്ക് പോകാൻ ഇഷ്ടമുള്ള എവിടെയെങ്കിലും പോവും അമ്മേ. പിന്നല്ലാതെ, എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ കൊണ്ടുപോകാതിരിക്കുമോ? നമുക്ക് പോവാം. ചേച്ചി നോക്കിക്കോളണം കേട്ടോ. ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് ചെന്നിരിക്കാനും സംസാരിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ഏത് കുട്ടിനെ പറ്റൂ. അത് ഞാൻ ഏറ്റെന്നേ, എൻ്റെ ചേച്ചിയല്ലേ. എന്നാ ഇനി മോൻ ഉറങ്ങിക്കോ. അമ്മ ഉറങ്ങുന്നില്ലേ? മോൻ ഉറങ്ങിയിട്ടേ അമ്മ ഉറങ്ങുന്നുള്ളൂ.